നമുക്ക് നോക്കാം. നിങ്ങൾ നിങ്ങളുടെ പേഴ്സണുമായിട്ട് ഒരു നോ കോൺടാക്ട് സിറ്റുവേഷനിലാണ്. നെക്സ്റ്റ് ആക്ഷൻ എന്തായിരിക്കും അവരുടെ ഭാഗത്ത് നിന്ന് നമുക്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കാമെന്നൊന്ന് നോക്കിയാലോ. ഓക്കെ, 4 ഓഫ് പെൻറ്റക്കിൾസ്, ടെമ്പറൻസ്, 4 ഓഫ് കപ്സ്, 4 ഓഫ് സ്വാർഡ്സ്. എന്തെല്ലാം 4ൻ്റെ 444ൻ്റെ എനർജി വന്നിരിക്കുകയാണല്ലോ. കിങ് ഓഫ് കപ്സ്, എംപറർ, 4 ഓഫ് വാൻഡ്സ്. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ സ്ട്രെസ്സ് അനുഭവിക്കേണ്ട. നിങ്ങളുടെ അടുത്ത് നോ കോൺടാക്ട് സിറ്റുവേഷനിലായിട്ട് അവർ അവിടെ വളരെ സന്തോഷിച്ചിരിക്കുന്നൊന്നുമല്ല. ഓക്കെ, നിങ്ങളെ മിസ്സ് ചെയ്യുന്നുമുണ്ട്. പലർക്കും നോ കോൺടാക്ട് സിറ്റുവേഷൻ വന്നിരിക്കുന്നത് അവരുടെ തന്നെ ഒരു ഈഗോ പ്രശ്നം മൂലം, നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്നുള്ള ഒരു ഈഗോ ക്ലാഷ്, നിങ്ങളുമായിട്ട് എന്തെങ്കിലും വഴക്കിട്ട് കാണും. ആ ഒരു സിറ്റുവേഷനിൽ തരാനുള്ള ഒരു ബുദ്ധിമുട്ട് കാരണം ഇവരെ നിങ്ങളെ നോ കോൺടാക്റ്റിൽ ആക്കിയിട്ടുണ്ടായിരിക്കും. ഓക്കെ, സ്പെസിഫിക്കലി നമ്മൾക്ക് ഇന്നത്തെ ദിവസം ആരുടെ എനർജിയാണോ കണക്ട് ആവുന്നത് അത് വെച്ചിട്ടാണ് നമ്മൾ കാർഡ്സ് എടുക്കുന്നത് കേട്ടോ. എല്ലാവർക്കും റെസനേറ്റ് ആവണമെന്നില്ല, റെസനേറ്റ് ആവുന്നത് എടുക്കുക. ഓക്കെ, പിന്നെ അല്ലെങ്കിൽ നിങ്ങൾ തമ്മിലൊരു സെപ്പറേഷൻ വരാനുണ്ടായ സാഹചര്യം കാസ്റ്റ്, കൾച്ചർ, റിലിജിയൻ, സോഷ്യൽ സ്റ്റാറ്റസ് ഡിഫറൻസസ് മൂലം നിങ്ങളുടെ ഫാമിലീസ് അല്ലെങ്കിൽ നിങ്ങളുടെ അച്ഛനമ്മ അവരുടെ ഭാഗത്തു നിന്നും സൊസൈറ്റിയിൽ നിന്നും എതിർപ്പ് ഉള്ളത് കാരണം ഒരു സെപ്പറേഷനിൽ ഇരിക്കാമെന്ന് നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടായിരിക്കും. എന്ത് തന്നെ ആയാലും അവിടെ നിങ്ങളുടെ പേഴ്സൺ നിങ്ങളെ വല്ലാതെ മിസ്സ് ചെയ്യുന്നതായിട്ട് കാണുന്നു. ഓക്കെ, മിസ്സിങ് എനർജിയാണ് അവർക്ക്. ഇപ്പോൾ തൽക്കാലം ഒരു കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയിലാണ് അവർ ഇരിക്കുന്നത്. കാരണം ഈ ഡിഫറൻസസ്, ഈ തടസ്സം അല്ലെങ്കിൽ അവരുടെ തന്നെ ഈഗോ, ഈ ഒരു കാരണങ്ങളെല്ലാം കൊണ്ട് ഇവർ അവരുടെ സ്നേഹം മനസ്സിൽ അടക്കി പിടിക്കാൻ നിർബന്ധിതരാവുന്ന ഒരു സിറ്റുവേഷനാണ് അവിടെ കാണുന്നത് കേട്ടോ. അതുകൊണ്ട് തന്നെ അവരൊരു കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയിൽ ഇരിക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്ന് വെച്ചാൽ എന്താണ്, സ്നേഹം മനസ്സിൽ വെച്ചിട്ട് ആക്ഷൻ ഒന്നും എടുക്കാതിരിക്കുന്ന ഒരു സിറ്റുവേഷൻ. പക്ഷേ ആ പ്രോസസ്സിൽ എന്താണ് സംഭവിക്കുന്നത്, അവരവിടെ ഒരുപാട് സ്ട്രെസ് അനുഭവിക്കുന്നു. ഹീലിങ്ങിന് വേണ്ടി ട്രൈ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ പേഴ്സണിൽ നിന്നുള്ള നെക്സ്റ്റ് ആക്ഷൻ നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത് എന്താ വെച്ചാൽ, ഇവർക്ക് നിങ്ങളെ കാണണമെന്നുണ്ട്, നിങ്ങളുമായിട്ടുള്ള പ്രശ്നങ്ങൾ സോൾവ് ചെയ്യണമെന്നുണ്ട്, ഒരു ഈക്വൽ ബാലൻസിൽ എത്തണം എന്ന് ഇവർ തീർച്ചയായും ആഗ്രഹിക്കുന്നുണ്ട്. കാരണം ഇവർ ഫീലിങ്സ് മനസ്സിൽ അടക്കി പിടിച്ചിരിക്കുകയാണ്. പോസസീവ്നെസ് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങളെ വേറെ ആരെങ്കിലും കൂടി ഇവർ കണ്ടു കാണും, ഇവർക്ക് പേടിയുണ്ട് നിങ്ങളെ കൈവിട്ട് പോകുമോ എന്നുള്ളത്. അപ്പോൾ ഇവരുടെ നെക്സ്റ്റ് ആക്ഷൻ വരാൻ പോകുന്നത് യാദൃശ്ചികമായി നിങ്ങളെ കണ്ടുമുട്ടും പോലെ, ഒന്നുകിൽ ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ എവിടെയെങ്കിലും പബ്ലിക് പ്ലേസിൽ വെച്ചിട്ട്, 4 ആൾ കൂടുന്ന ഒരു സ്ഥലത്ത് വെച്ചിട്ട് നിങ്ങളെ യാദൃശ്ചികമായി കണ്ടുമുട്ടുന്നത് പോലെ നിങ്ങളുടെ അടുത്ത് വന്ന് സംസാരിക്കാനുള്ളൊരു സാഹചര്യം അവർ സൃഷ്ടിക്കും എന്നാണ് കാണുന്നത്. അവിടെ വെച്ച് ഇവർ നിങ്ങളുടെ അടുത്ത് കാഷ്വൽ ആയിട്ടായിരിക്കും സംസാരിച്ച് തുടങ്ങുക കേട്ടോ. ചിലപ്പോൾ അവരുടെ ഫീലിങ്സ് ഒറ്റയടിക്കാൻ എക്സ്പ്രസ് ചെയ്തു എന്നൊന്നും വരില്ല. പക്ഷേ ഒരു ടോക്കിങ്ങിന് അവിടെ ഒരു തുടക്കമിടും, ഒരു സംസാരത്തിന് അവിടെ തുടക്കമിടുമെന്ന് തന്നെ കാണുന്നു. ഇവർ ചിലപ്പോൾ നിങ്ങളുടെ ഓഫീസിൽ വന്ന് കാണുമായിരിക്കും, അല്ലെങ്കിൽ ഒരു മീറ്റിംഗിൽ വെച്ച് നിങ്ങളെ അപ്രോച്ച് ചെയ്യുമായിരിക്കും, അല്ലെങ്കിൽ ഈവൻ മാർക്കറ്റിൽ വെച്ചിട്ടായിരിക്കും, വഴിയിൽ എവിടെയെങ്കിലും വെച്ചിട്ട് യാദൃശ്ചികമായിട്ട് കണ്ടുമുട്ടും പോലെ. ചിലപ്പോൾ മറ്റുള്ളവരൊക്കെ കൂടെ ഉണ്ടായിരിക്കും, അവരുടെ ഫ്രണ്ട്സോ ആരെങ്കിലുമൊക്കെ കൂടെ ഉണ്ടായിരിക്കും. പക്ഷേ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി ഉണ്ടാക്കിയിട്ട് നിങ്ങളെ അപ്രോച്ച് ചെയ്യുന്നതായിട്ടാണ് കാണുന്നത്. അതാണ് നിങ്ങളുടെ പേഴ്സൻ്റെ നെക്സ്റ്റ് ആക്ഷൻ എക്സ്പെക്റ്റഡ്.